ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിൽ ഉള്ളതിനേക്കാൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഓരോ വീടുകളിലേക്കും ഞങ്ങൾ എത്തിക്കും. അങ്ങനെ ഞങ്ങൾ എത്തിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങളുടെ പാർട്ടിയുടെ പേരെന്താണ്? ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ആ ഭാരതീയ ജനതാ പാർട്ടിക്കകത്തുള്ള ഒരു മുസൽമാനെയും അല്ലെങ്കിൽ ആ ആശയത്തിനെയാണ് ഇപ്പം ലീഗിനെ നമ്മൾ എതിർക്കും. എന്നാൽ ഒരു സാധാരണ മുസൽമാന് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നരേഷൻ കൊണ്ട് ഇവർ പൗരത്വ നിയമം വന്ന സമയത്ത് BJP വർഗീയവാദികളാക്കി ചിത്രീകരിച്ചു. പൗരത്വ നിയമം വന്നപ്പോൾ കടകൾ അടയ്ക്കാൻ പറഞ്ഞു, അവർ സമരം നടത്തി, ഭീകരവാദ സംഘടനകളെ അവർ ഏകീകരിച്ചു. എന്നിട്ട് അവർ നല്ലവരായിട്ടുള്ള മുസ്ലിം ജനസാമാന്യത്തോട് പറഞ്ഞു BJP അപകടമാണ്, BJP ഇന്ത്യയിൽ നിങ്ങളെല്ലാം പുറത്താക്കും എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ എന്താണ്? അമേരിക്കയിലേക്ക് ഒരു ഇന്ത്യൻ പോകുമ്പോൾ അവൻ ഐഡന്റിറ്റി വേണ്ടേ? വേറൊരു രാജ്യത്തേക്ക് ഒരു ഇന്ത്യൻ പോകുമ്പോൾ അവൻ ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഐഡന്റിറ്റി എല്ലാ രാജ്യങ്ങളും സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലും ഐഡന്റിറ്റി സൂക്ഷിക്കണം എന്ന് പറഞ്ഞ അതിന് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് വന്ന ഈ പൗരത്വ നിയമത്തെ പോലും ഞങ്ങൾക്കെതിരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം BJPക്കെതിരാക്കി മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ മുസ്ലിം ആളുകളുടെ മനസ്സിൽ ഭാരതീയ ജനതാ പാർട്ടിയോട് ഉണ്ടായിട്ടുള്ള ഒരു തോന്നലിലല്ല അവരിപ്പോൾ നിൽക്കുന്നത്. അവർക്ക് ബോധ്യം വരും അവരുടെ മക്കളെ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ മേഖലയിൽ ഒരു വർഗീയ വിഘടനവാദത്തെ, ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധിക്കുമോ? ആ മുസ്ലിം ധ്രുവീകരണത്തെ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമോ? മുസ്ലിം ധ്രുവീകരണത്തെ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ മുസ്ലിം ധ്രുവീകരണത്തിലൂടെ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി അടുത്ത ചാൻസ് എന്താണ്? ഇങ്ങനെ കഴുകൻ കണ്ണുകളോടുകൂടി ഇവർ കാത്തിരിക്കുന്നത് മുസ്ലിം ജനസാമാന്യത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ഞങ്ങൾ അവരോട് പറയും, ഇന്ന് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഓരോ വ്യക്തിക്കും മൈനോറിറ്റി മിനിസ്ട്രിയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും കേരളത്തിൽ കഴിഞ്ഞ UPAയുടെ കാലഘട്ടത്തിൽ എത്ര കിട്ടിയെന്നും ഇപ്പോൾ മോദിജി വന്നതിന് ശേഷം എത്ര കിട്ടിയെന്നും, ഈവൻ ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ അന്ത്യാഭിലാഷമായിട്ട് മതപണ്ഡിതന്മാർ പറയുന്ന ഹജ്ജിന് പോകുന്ന കാര്യത്തിലുള്ള എണ്ണത്തിൻ്റെ വർധനവ് പോലും, അതിലെ അഴിമതി പോലും ഇല്ലായ്മ ചെയ്ത ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിൽ പണ്ടുണ്ടായിരുന്ന സിഖ് കലാപത്തെ പോലെ, പഞ്ചാബിലുണ്ടായ കലാപങ്ങളെ പോലെ, കാശ്മീരിലുണ്ടായിരുന്ന കലാപങ്ങളെ പോലെ ഇന്ന് രാജ്യത്തുണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങളില്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിരിക്കാം. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ മാറ്റി നിർത്തിയാൽ രാജ്യം ഇന്ന് സുഭദ്രമാണ്. രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ വരെ ആ സേനയിൽ നിന്ന് അത്രയും ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ള പട്ടാളക്കാർക്ക് പോലും BJP നല്ല രീതിയിൽ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള തോന്നൽ ഉളവാക്കിയിട്ടുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ട് നമുക്ക് യഥാർത്ഥ മതേതരത്വം, യഥാർത്ഥ സ്വത്വം അത് കേരളത്തിൻ്റെ നമുക്ക് വീണ്ടെടുത്തുകൂടാ? അതിൽ എല്ലാവരും പങ്കാളികളാകണം എന്നുള്ള BJP മുന്നോട്ട് വയ്ക്കുന്ന ഞങ്ങളുടെ ആശയത്തെ മുസ്ലിം സുഹൃത്തുക്കൾ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നേരത്തെ പറഞ്ഞു ബിഷപ്പന്മാർ അവരുടെ വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ സഭയ്ക്ക് ഇന്ന കാര്യങ്ങൾ വേണം, നേടിയെടുക്കാനുണ്ട് എന്നുള്ളത് അവർ പറയും. കാരണം എന്താണ്? അവർ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ പൊതുവെ ബഹുസ്വരതയോടുകൂടി സമൂഹത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് സഭയുടെ ഉന്നമനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് പോലെയല്ല പാണക്കാട് തങ്ങൾ പറയുന്നത്. പാണക്കാട് തങ്ങളെ കേരളം കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവിനേക്കാൾ അപ്പുറം ഒരു മതപണ്ഡിതൻ എടുക്കേണ്ട റോൾ, അതായിരുന്നു പഴയ തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മതപണ്ഡിതനായിട്ടുള്ള, മതത്തിനെ കൂടി തൻ്റെ കൺമുന്നിൽ നോക്കിക്കാണാൻ സാധിക്കുന്ന ആ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ് പ്ലസ് ആ മതപണ്ഡിതൻ എന്നുള്ളതിൽ നോക്കുമ്പോൾ മതപണ്ഡിതനാണ് ഒന്നാം സ്ഥാനം അവർ കൊടുക്കുന്നത്. രണ്ടാമതേ മുസ്ലിം ലീഗിൻ്റെ നേതാവിന് അവർ ഒരു എന്താ പറയുക, ഒരു മൂല്യം അവർ കൽപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ചർച്ചകൾ സാമാന്യ മുസ്ലിങ്ങൾ പരിശോധിക്കും എന്നും വികസനം എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾ എത്തും എന്നാണ് BJPയുടെ വിശ്വാസം. നേരത്തെ പറഞ്ഞല്ലോ ഈ പെർസെൻറ്റേജ് കണക്ക് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നില്ല. തിരുവനന്തപുരം പെർസെൻറ്റേജിൽ അത് തിരുവനന്തപുരം ചോദിച്ചു. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ 30 കോൺസ്റ്റിറ്റ്യുവൻസി അത് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുക, അവിടെ നമ്മുടെ ഊർജം എടുക്കുക, അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെയാണോ നമ്മുടെ ഇലക്ഷൻ സ്ട്രാറ്റജി? അതായത് നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് നമ്മൾ പ്രവർത്തിച്ച് അവിടെ വിജയിക്കുക, മറ്റുള്ളിടത്ത് അത്ര ഇത് വേണ്ട, അങ്ങനെയാണോ?
ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരെടുക്കുന്ന സ്ട്രാറ്റജി തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്ത് പറയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്ത് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ട്രാറ്റജി നേരത്തെ മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ട് ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. പക്ഷേ കേരളം അങ്ങോളം ഇങ്ങോളം, അതുകൊണ്ടാണല്ലോ കണ്ണൂരിൽ ഞങ്ങൾക്ക് മുനിസിപ്പൽ മെമ്പർമാരുണ്ടായി, തലശ്ശേരിയിൽ മുനിസിപ്പൽ മെമ്പർമാരുണ്ടായി, പാനൂരിലും മൊകേരിയിലും പാർട്ടി വളർന്നു. കണ്ണൂരിലെ പഴയ കോൺഗ്രസിൻ്റെ പ്രബലനായിട്ടുള്ള ലീഡറായിട്ടുള്ള മിസ്റ്റർ രഘു BJPയിലേക്ക് വന്നു. അതുപോലെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രധാനപ്പെട്ട 2 പേർ എത്രയും പെട്ടെന്ന് തന്നെ വരാനുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു BJPയുടെ ഒരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആകമാനം BJPയുടെ വളർച്ചയും, എന്നാൽ കേരള നിയമസഭയിൽ ധാരാളം MLAമാരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിരിക്കും. ആ സ്ട്രാറ്റജി കൊണ്ട് ഒരു പ്രവർത്തകന് പോലും തൻ്റെ പാർട്ടിക്ക് ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റിൽ ഒരു അപാകത സംഭവിച്ചു എന്ന് 0.5% പോലും ഒരു പാർട്ടി പ്രവർത്തകന് തോന്നാത്ത രീതിയിലായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നോട്ട് പോക്ക്. പെർസെന്റേജ് അല്ല നമ്മുടെ വിജയമാണ്. പെർസെന്റേജ് അതിനോടൊപ്പം കൂടും. കഴിഞ്ഞ ഈ LSG ഇലക്ഷൻ്റെ റിസൾട്ട് നോക്കിയാൽ അതിൽ കോൺഗ്രസിന് കൃത്യമായിട്ടൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ആ മുന്നേറ്റം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തായിരിക്കാം എന്നാണ് BJPയുടെ ഒരു അസസ്മെന്റ്? അല്ല, അത് അവരുടെ നറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവരെപ്പോഴും അങ്ങനെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് BJPക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുമോ, സാധിച്ചില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി വിജയിക്കും എന്നുള്ള ഒരു തോന്നൽ ആളുകൾക്കിടയിലുണ്ടായി. ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തോട് ഈ മുഖ്യമന്ത്രിയുടെ ഭരണകാലഘട്ടത്തിൽ അന്യായം നടത്തി എന്നുള്ള തോന്നൽ അത് ജനങ്ങൾക്കിടയിലുണ്ടായി. അപ്പോൾ ഒരു ഏകാധിപതിയെപ്പോലെ ഈ കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് പോവുകയാണെന്നും ഒരു കാര്യത്തിലും അദ്ദേഹം നീതി പുലർത്തുന്നില്ലെന്നും ഉള്ള ഒരു തോന്നൽ വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ പാർട്ടി അല്ലെങ്കിൽ ഈ മുന്നണി ഇനി ഇവിടെ വേണ്ട എന്ന് കരുതുന്ന ജനങ്ങൾക്ക് അവർ പ്രാദേശിക തലത്തിൽ, ഞാൻ പറഞ്ഞു, അവർ വോട്ട് ചെയ്യുന്നത് അവരുടെ ആ പ്രദേശത്ത് ആർക്ക് വോട്ട് ചെയ്താൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് കരുതിയിട്ടാണ്. എന്ന് കരുതി കോൺഗ്രസ് ഏറെ മുന്നിലായിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള വലിയ ഒരു ഡിഫറൻസ് പല സ്ഥലത്തും നമുക്ക് കാണുന്നില്ല. അപ്പം ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു വികസന അജണ്ടയെ ജനം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ ചർച്ചയിലേക്കും ജനം കാതു തന്നില്ലായിരുന്നുവെങ്കിൽ ഇതിലും വലിയൊരു മാർജിൻ കോൺഗ്രസിന് വരുമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു മാർജിൻ കോൺഗ്രസിന് വരാത്തതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, BJP മനസ്സിലാക്കുന്നത്, അവർക്ക് 2 കൂട്ടരും ഏതാണ്ട് സമാസമമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പൊ കേരള രാഷ്ട്രീയം നിൽക്കുന്നത് എന്ന് കരുതുന്നു. ഈ ഒരു പാറ്റേൺ ആയിരിക്കും അടുത്ത അസംബ്ലി ഇലക്ഷനും പ്രതീക്ഷിക്കുന്നത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ഒരു മൂവ്മെന്റ് കേരളത്തിലുണ്ടാവും. എങ്ങനെ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, സ്ട്രാറ്റജി ഞങ്ങൾ പറയില്ല എന്ന്. ഇപ്പോൾ ഈ ഇലക്ഷൻ BJP പ്രതീക്ഷിച്ചിരുന്നത് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലയിൽ ശബരിമല ഒരു വലിയ വികാരമായിട്ടുണ്ട്. അപ്പോൾ അത് BJPക്ക് പ്രയോജനം ചെയ്യും. അത് പക്ഷേ യഥാർത്ഥത്തിൽ പ്രയോജനം ചെയ്തത് കോൺഗ്രസിനാണ്. 2018-19 ഇത് തന്നെയാണ് സംഭവിച്ചത്. അല്ല, അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ശബരിമല ഒരു രാഷ്ട്രീയ ആയുധമല്ല. ഞങ്ങൾ ശബരിമല സമരത്തിന് പോകുന്നത്, ശബരിമല വിഷയം കൈകാര്യം ചെയ്യുന്നത്, അത് ദൈവീകമായിട്ടുള്ള വിശ്വാസികളുടെ കൂടെ നിന്നിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈവൻ ശബരിമല വിഷയത്തിൽ ഇടതുഭാഗത്ത് ശ്രീമാൻ വെള്ളാപ്പള്ളിയെയും വലതുഭാഗത്ത് NSSന്റെ സുകുമാരൻ സാറിനെയും വിളിച്ചുകൊണ്ടുവന്നത് ശബരിമലയിലേക്ക് വരുന്ന ഭക്തർക്ക് വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാത്രിയിൽ ഉറക്കമുളച്ചിരുന്ന് ഭഗവത്ഗീതയിൽ 4 വരി പഠിച്ചതുപോലും, ചൊല്ലിയത് എങ്ങനെയോ ആവട്ടെ, പഠിച്ചതുപോലും ഇവിടുത്തെ ഹിന്ദു സമുദായത്തിനോട് ഞാൻ മനസ്സ് വെക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് NSSനെയും SNDPയെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അയ്യപ്പൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഇല്ല. അയ്യപ്പസ്വാമി മുഖ്യമന്ത്രിയുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ മഹാസമ്മേളനത്തിന് ശേഷം കട്ടിള പൊളിച്ച കാര്യം പുറത്തു വന്നത്. അപ്പോൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ശബരിമല വിഷയമാവട്ടെ, ദൈവികമായ ഏത് വിഷയമാവട്ടെ, ഞങ്ങൾ അതിൻ്റെ മുന്നിലുണ്ടാവും. അതിൻ്റെ റിസൾട്ട് BJPക്ക് വോട്ടായിട്ട് വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല ദൈവികത,
അത് രണ്ടും രണ്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ കൈവയ്ക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈശ്വരീയമായിട്ട് നാട്ടിൽ നടക്കുന്ന അന്യായത്തിനെതിരെ ഞങ്ങൾ ഒരു ക്രിസ്ത്യൻ പള്ളിക്കോ മുസ്ലിം പള്ളിക്കോ ഒന്നും ഞങ്ങളെതിരല്ല. കേരളത്തിൽ വിശ്വാസത്തിനും ഞങ്ങളെതിരല്ല. പക്ഷേ ഹിന്ദു വിശ്വാസിയെ മാത്രം ഇങ്ങനെ വേദനിപ്പിക്കുമ്പോൾ അത് നമ്മൾ അതിനെതിരെ പ്രതികരിക്കുമെന്നുള്ളതാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച പോയിന്റ് വികസനമായിരുന്നു. അപ്പോൾ ആ വികസന പോയിന്റിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ശരിയാണ് എന്ന് പലയിടങ്ങളിലും തെളിയിച്ചു. 8 പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നൽകി. കമ്മ്യൂണിസ്റ്റ് കോട്ട 25 കൊല്ലവും 30 കൊല്ലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുള്ള പഞ്ചായത്തുകൾ 8 സ്ഥലങ്ങളിൽ നമുക്ക് നൽകി എന്ന് പറയുന്നത് അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. അപ്പോൾ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്നാണ് BJPയുടെ വിശ്വാസം. മുന്നണി സംവിധാനത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇപ്പം നമുക്കിപ്പം CK ജാനു ഇപ്പം വിട്ടുപോയി, BDJS അതിർത്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് ഒരു മുന്നോട്ടുള്ള പോക്കിൽ നമ്മുടെ ഒരു ഇത് എന്താണ് ഇവരുടെ പ്രശ്നം? മുന്നണി നമുക്ക് ഉള്ള പാർട്ടികളെ നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം. അല്ല, മുന്നണി സംവിധാനത്തിൽ ഇപ്പം BDJSന് അങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് BJPയുടെ NDAയുടെ യോഗം വിളിച്ചപ്പോൾ ആ യോഗത്തിലൊന്നും ഒരു കാര്യവും പുള്ളി ഓൺ റെക്കോർഡിൽ അല്ല, ആ മീറ്റിങ്ങിലോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും അത്തരത്തിൽ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളിയാണല്ലോ ക്യാപ്റ്റൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് മാനസിക വിഷമമോ പരാതിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും CK ജാനു ചർച്ച ചെയ്യാം. UDF-ൽ ജോയിൻ ചെയ്തു. അല്ല, ഏതൊരു ചെറിയ വ്യക്തിയാണെങ്കിലും വലിയ വ്യക്തിയാണെങ്കിലും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് കഴിവുണ്ട്, പക്ഷെ ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിലോ, അതായത് BJPയുടെ സ്പീഡ്, അതായത് BJP MLA ആവുന്നത് അല്ലെങ്കിൽ BJPയിൽ മന്ത്രിമാരുണ്ടാകുന്നത് ഒരു പക്ഷേ വളരെ സ്പീഡിൽ വരില്ല എന്നുള്ളൊരു തോന്നൽ ജാനു ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലോ? സംസാരിച്ചു അതിന് ശേഷം? അല്ല, ഇല്ല എന്താണ് പ്രശ്നം? അല്ല, സംസാരിച്ചിട്ടില്ല. പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ മുമ്പ് ഇങ്ങനെ അവര് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഒരിക്കലും അങ്ങനെ പോകുന്നതിനെ കുറിച്ചുള്ള യാതൊരു ആലോചനയും പങ്കുവച്ചിട്ടില്ലായിരുന്നു.